നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 21 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണി ഇന്നലെ കനത്ത ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1.40% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു വിപണി കൂടിയായിരുന്നു ഇന്നലെ ഇന്ത്യൻ വിപണി. ഈ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണാൻ കഴിയുന്നത് ദുർബലമായിട്ടുള്ള കോർപ്പറേറ്റ് വരുമാനം തന്നെയാണ് ആദ്യത്തെ കാരണമായി കാണാൻ കഴിയുന്നത്. കൂടാതെ FISന്റെ സെല്ലിംഗ്, കൂടാതെ ഗ്ലോബൽ ടെൻഷനുകൾ, ഇതെല്ലാം ഇപ്പോഴത്തെ ഇടിവിന് കാരണങ്ങളാണ്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ധാരാളം വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. അത് നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത സിൽവറുമായി ബന്ധപ്പെട്ടതാണ്. MCXൽ വെള്ളിവില ആദ്യമായി കിലോയ്ക്ക് 3 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. വെള്ളിവില റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചു വരുമ്പോൾ മറ്റൊരു സ്റ്റോക്കും അതുപോലെ തന്നെ കുതിച്ചു വരികയാണ്. അത് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്കാണ്. സിൽവർ പ്രൈസിന്റെ ഈ കുതിപ്പിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കൂടി ഫോക്കസിൽ വെക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളി ഉൽപാദകരായ ഹിന്ദുസ്ഥാൻ സിങ്കിന് ഇപ്പോഴത്തെ സിൽവറിന്റെ ഈ റാലിയിൽ വലിയൊരു ഗുണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ഇത്രയധികം കുതിച്ചു വരാൻ കാരണം കമ്പനിയുടെ മൊത്തം ലാഭത്തിന്റെ 44% വെള്ളിയാണ് സംഭാവന ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു വളർച്ചയുടെ ഘടകമായി മാറുന്നു. 2026 സാമ്പത്തിക വർഷത്തിലെ വെള്ളി ഉൽപാദന മാർഗനിർദ്ദേശം മാനേജ്മെന്റ് ഏകദേശം 680 ടണ്ണായി നിലനിർത്തിയിട്ടുണ്ട്. മാർച്ച് പാദത്തിൽ ശക്തമായിട്ടുള്ള ഉൽപാദനം പ്രതീക്ഷിക്കുന്നു. ഇനി നിഫ്റ്റി ഏകദേശം 2% ഇടിവുണ്ടായി. കഴിഞ്ഞ 5 ദിവസത്തെ ഏകദേശം 5.5% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഏകദേശം 12% നേട്ടമാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയത്. എന്നാൽ നിഫ്റ്റി ഏകദേശം 4% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇനി കഴിഞ്ഞ 5 ദിവസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 2025 ഇപ്പോൾ ഇതാ 2026 വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. 2025 ഉടനീളം അവർ വലിയ സെല്ലിംഗ് കാഴ്ചവെച്ചപ്പോഴും ഡിസംബറിൽ അവർ ചില സെക്ടറുകൾ ബൈ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് ബൈ ചെയ്ത ഒരു സെക്ടർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മേഖലയാണെങ്കിലും FIS ഡിസംബറിൽ 1100 കോടി രൂപയിലധികം മൂല്യമുള്ള IT ഓഹരികളാണ് വാങ്ങിയത്. FISന് IT സെക്ടർ കുറച്ച് ആകർഷകമാവാൻ കാരണം മികച്ച ഓർഡർ ബുക്കും കൂടാതെ ഡിമാൻഡിൽ കുറവില്ല എന്നതൊക്കെയായിരുന്നു. കൂടാതെ ഗ്ലോബലിയുള്ള കണ്ടീഷനുകളും കുറച്ച് അനുകൂലമായതുകൊണ്ടാണ് ഡിസംബറിൽ അവർ ബൈയിങ്ങിലേക്ക് പോയത്. ഇനി അവർ താല്പര്യം കാണിച്ച രണ്ടാമത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയിരുന്നു. IT സെക്ടറിൽ ഡിസംബറിൽ 1100 കോടി രൂപയിലധികം ഉള്ള ഒരു ബൈയിങ് കണ്ടപ്പോൾ FIS ഏകദേശം 600 കോടി രൂപയിലധികം ആണ് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ നിക്ഷേപിച്ചത്. ഇനി ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ടെലികോം ഓഹരികളിൽ FIS വളരെ ബുള്ളിഷായി തുടരുന്നു. ദീർഘകാല വളർച്ചയെക്കുറിച്ചുള്ള വാതുവെപ്പുകൾ തുടരുന്നതിനാൽ ടെലികോമിന് 2025 ഏറ്റവും ഉയർന്ന FPI നിക്ഷേപം ലഭിച്ചു. 48,000 കോടി രൂപ കവിഞ്ഞിരിക്കുന്നു. ഇനി മറുവശത്ത് FMCG ഓട്ടോ ഓഹരികളിലെ റാലിക്ക് ആക്കം കുറയുകയാണ്. ഏതായാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഡിസംബറിൽ വാങ്ങിക്കൂട്ടിയത് IT, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളായിരുന്നു. അപ്പോൾ ഈ സെക്ടറുകൾ നമ്മളൊന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊരു വാർത്ത കോർ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. കോർ സെക്ടറിലെ വളർച്ച ഡിസംബറിൽ 3.7% ഉയർന്നു. അത് നവംബറിൽ 2.1% പ്രധാനമായും വൈദ്യുതി മേഖലയാണ് വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. 5.3% വളർച്ചയാണ് ഉണ്ടാക്കിയത്. ഡിസംബറിൽ 8 പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ 5 പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തി. മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ സിമന്റ് 13.5% വളർച്ച ഡിസംബറിൽ ഉണ്ടാക്കി. ഉരുക്ക് 6.9%, വൈദ്യുതി 5.3%, കാർബൺ 3.6%, ഫെർട്ടിലൈസർ 4.1% എന്നിങ്ങനെയാണ്. ഇനി ഇടിവ് രേഖപ്പെടുത്തിയത് അസംസ്കൃത എണ്ണ 5.6%, പ്രകൃതിവാതകം 4.4%, ശുദ്ധീകരണ ഉൽപ്പന്നങ്ങൾ 1% ഇടിവ് എന്നിങ്ങനെ. ഇനി ICRAയുടെ അഭിപ്രായത്തിൽ IIP വളർച്ച ഡിസംബറിൽ 4.5 മുതൽ 5% വരെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബറിൽ അത് 6.7% ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള 3 വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. 3 മാസത്തിനിടയിലെ ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ ഫോളാണ് നമുക്ക് ഇന്നലെ US മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിനെതിരെ പുതിയ താരിഫ് ഭീഷണി ഉന്നയിച്ചതോടെ നിക്ഷേപകർ അതിൽ ആശങ്കാകുലരായതാണ് ഇപ്പോൾ US വിപണികൾ ഒറ്റ ദിവസം കൊണ്ട് കുത്തനെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായത്. നിക്ഷേപകർ സുരക്ഷിതമായ ആസ്തികളിലേക്ക് നീങ്ങിയതോടെയാണ് സ്വർണവും കൂടാതെ വെള്ളിയുമൊക്കെ പുതിയ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ ഇടിവിന് ശേഷം നാസ്ഡാക്ക് കോമ്പോസിറ്റ് 50 ഡേ മൂവിംഗ് ആവറേജിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നാസ്ഡാക്ക് ഇന്നലെ 2.4% ഇടിഞ്ഞു, S&P 500 2% ഇടിഞ്ഞു, ഡൗ ജോൺസ് 1.76% ഇടിവുമുണ്ടാക്കി. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് IT സെക്ടറിൽ നിന്നാണ്. വിപ്രോ ഏകദേശം 5.4% ഇടിഞ്ഞു, ഇൻഫോസിസ് 2.3% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് വലിയ നഷ്ടമുണ്ടാക്കി, 4.4%, HDFC ബാങ്ക് 0.95% ഇടിവുമുണ്ടാക്കി. വാൾസ്ട്രീറ്റിൽ കനത്ത സെൽ ഓഫ് ആയിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.46% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ മാർക്കറ്റ് 0.74% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.29% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 36 പോയിന്റ്സ് ഉയർന്ന് 25,291 എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് ആദ്യം ഗോൾഡ് പ്രൈസുകൾ. ഗ്ലോബൽ ടെൻഷനുകൾ നിലനിൽക്കുന്നത് കാരണം തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 2% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നും ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് പ്രൈസുകൾ 1% നേട്ടത്തിലാണ്. സിൽവറും ഇന്നലെ നല്ല നേട്ടത്തിൽ തന്നെയായിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,09,840 എന്ന നിലയിലായിരുന്നു. അതായത് ഗോൾഡ് പ്രൈസുകളുടെ വില ഇന്നും ഉയരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്പോട്ട് ഗോൾഡ് സൂചിപ്പിക്കുന്നത്. ഇനി ബിറ്റ്കോയിൻ ഇപ്പോൾ വലിയ ഇടിവിലാണ്, 4% ഇടിവിൽ $88,000 ട്രേഡ് ചെയ്യുന്നു. ഇനി ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ടെൻഷനുകൾ കാരണം ബ്രണ്ട് ഫ്യൂച്ചേഴ്സും WTIയും ഏകദേശം 1.5% നേട്ടത്തിലാണ് നില ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ധാരാളം വാർത്തകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നമ്മൾ നൽകുന്ന ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ 1,299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി ബിഗിനേഴ്സിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ധാരാളം വീഡിയോസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഏറ്റവും കൂടുതൽ എളുപ്പമാക്കുന്നതിനായിട്ട് AI പ്രോംപ്റ്റ് അടക്കമുള്ള വീഡിയോസും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ AI പ്രോംപ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാം. കൂടാതെ വീഡിയോസും കാണാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് ആദ്യം ഇന്നത്തെ റിസൾട്ടുകൾ നോക്കാം. ഇന്ന് വരാൻ പോകുന്നത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, എറ്റേണൽ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ബജാജ് കൺസ്യൂമർ കെയർ, ഡാൽമിയ ഭാരത്, ഇപാക് പ്രീഫാബ് ടെക്നോളജീസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, KEI ഇൻഡസ്ട്രീസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, സുപ്രീം ഇൻഡസ്ട്രീസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി, വാരി എനർജീസ് തുടങ്ങിയവയാണ്. റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ആദ്യത്തേത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 24.8% വർധനമാണ് വന്നിരിക്കുന്നത്. 418 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.6% വർധനവ് വന്നിരിക്കുന്നു. 3,694 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്ത് ഇപാക് ഡ്യൂറബിൾസ് എന്ന കമ്പനി, പ്രോഫിറ്റിൽ 3.2% വർധനവ് വന്നു. 2.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.5% വർധനവ് രേഖപ്പെടുത്തി. 427.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സുപ്രീം പെട്രോളിയം കോർപ്പറേഷൻ എന്ന കെമിക്കൽസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 57.7% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 10% ഇടിവുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത് ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 55.6% വർധനവ് വന്നു. 188.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.4% വർധനവ് വന്നു. 401.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 135.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 44.9 കോടി രൂപയായിരുന്നു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് ആദ്യം CNDLM എന്ന കമ്പനിയാണ്. മെഡിക്കൽ, വ്യാവസായിക, എയറോസ്പേസ്, മൊബിലിറ്റി എന്നിവയുടെ വിവിധ മേഖലകളിലായി 387 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത് പേസ് ഡിജിടെക് എന്ന കമ്പനിയാണ്.
കമ്പനിക്ക് BSNL നിന്ന് 943.5 മില്യൺ രൂപയുടെ പുതിയ ഒരു കരാർ ലഭിച്ചിരിക്കുന്നു. അടുത്ത ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനിയാണ്. ഉത്തർപ്രദേശിൽ പുതിയ പ്രോപ്പർട്ടി കമ്പനി ഒപ്പിട്ട് കഴിഞ്ഞു. FIDI ആക്ടിവിറ്റിയിൽ FIS ഇന്നലെ 2,938 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3,666 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,233-ൽ 353 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയും നല്ലൊരു ഫോള് നിഫ്റ്റിയിൽ നമുക്ക് വരികയും ചെയ്തു. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുൻപ് 2025 ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇതേ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സൽ നിഫ്റ്റിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും റിവേഴ്സൽ ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 200-day EMA തൊട്ട് അരികിലായിട്ടുണ്ട്. അപ്പോൾ നല്ല റിവേഴ്സലിനുള്ള കുറേ സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്യാൻഡിലൊക്കെ എന്ന് പറയുന്നത് വളരെയേറെ ബിയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലുകളാണ്. നല്ല ബിയറിഷ്നെസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. കാരണം നിഫ്റ്റി ഇപ്പോൾ 200-day EMA ഒഴിച്ച് ബാക്കി പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഡെയിലി സ്കെയിലിൽ ഏതാനും ദിവസങ്ങളായിട്ട് ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബിയറിഷ് വോളിയമാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അതും വീക്ക്നെസ്സിൻ്റെ ഒരു സൈൻ തന്നെയാണ്. ഇന്ത്യ വിക്സ് 2 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,404-ൽ 487 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല ഭേദപ്പെട്ട നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതുകൂടാതെ നിഫ്റ്റിയുടെ വലിയ ഫോളിൽ നിന്നും ഒരു പരിധിവരെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തുന്നതും ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഏറെ ദിവസങ്ങളായിട്ട് പ്രധാനപ്പെട്ട കീ മൂവിങ് ആവറേജുകൾക്ക് താഴെ എത്താതെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ 20-day EMAയ്ക്ക് താഴെയായിട്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അടുത്ത ഒരു മേജർ സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുള്ളത് 50-day EMA ആണ്. 59,000 എന്ന ലെവലിന് അരികെയായിട്ടാണുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.